ഇന്ന് സംസ്ഥാനത്ത് പരക്കെ അക്രമ സമരം അഴിച്ചുവിട്ട് യൂത്ത് കോൺഗ്രസ്. സമരം നടന്ന സ്ഥലങ്ങളിലെല്ലാം പോലീസിന് നേരെ വ്യാപക അക്രമമാണ് ഉണ്ടായത്. തിരുവനന്തപുരത്ത് പോലീസിന് നേരെ ഭീഷണിയുമായി കെ സുധാകരനും രംഗത്തെത്തി. വിവരങ്ങൾ വിജിൻ വായന്തോട് നൽകും. വിജിൻ, വിശദാംശങ്ങൾ. ADGP MR അജിത് കുമാറിനും ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും എതിരായ ആരോപണവും അതിനെ തുടർന്ന് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘവും ഒക്കെ നിലനിൽക്കെയാണ് യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ വിവിധ ജില്ലകളിലെ പല സ്ഥലങ്ങളിലേക്കും ഉള്ള മാർച്ച് സംഘടിപ്പിച്ചത്. വലിയ പോലീസിന് നേരെയുള്ള അക്രമമാണ് മാർച്ചിൽ ഉടനീളം ഉണ്ടായത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരം അത് ആദ്യഘട്ടത്തിൽ MM ഹസൻ ഉദ്ഘാടനം ചെയ്ത് പോയതിനു ശേഷമാണ് വലിയ നിലയിൽ പോലീസിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് സമരം മാറിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ അബിൻ വർക്കിയുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ അക്രമം അഴിച്ചുവിട്ടത്. പോലീസിന് നേരെ നിരന്തരമായ അക്രമം ഉണ്ടാവുകയും പക്ഷേ പോലീസ് ആ ഘട്ടങ്ങളിൽ ഒക്കെ സംയമനം പാലിക്കുന്ന കാഴ്ചയുമായിരുന്നു ആദ്യഘട്ടത്തിൽ കണ്ടത്. പിന്നീട് പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മതിൽ എടുത്തു ചാടാനുള്ള ശ്രമം ഉൾപ്പെടെ നടത്തി. വീണ്ടും പോലീസിന് നേരെ പ്രകോപനം തുടർന്നു. പിന്നീട് പോലീസിൻ്റെ ഷീൽഡ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വലിച്ചെടുത്ത് പിടിച്ചുകൊണ്ടുവന്ന് റോഡിലിട്ട് അടിച്ച് പൊട്ടിക്കുന്ന നിലവരെ ആ കാര്യങ്ങൾ എത്തി. അതിനുശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്ന രീതി ഉണ്ടായത്. ഓരോരുത്തരെയും പിടിച്ചു വലിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിന്നീട് ഈ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശിയത്. അതിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ അബിൻ വർക്കിക്ക് പരിക്കേറ്റത്. ഇതിനുശേഷം അബിൻ വർക്കിയെ കാണാനെത്തിയ കോൺഗ്രസ് നേതാക്കൾ M ലിജു ഉൾപ്പെടെയുള്ളവരും വലിയ തരത്തിലുള്ള പ്രകോപനം പോലീസിന് നേരെ നടത്തി. പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ എത്തി. അങ്ങനെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പരിസരം പൂർണ്ണമായും ഒരു കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് മണിക്കൂറുകൾ നീണ്ടുനിന്നു. അതിനേറ്റവും ഒടുവിലാണ് കെ സുധാകരൻ നേരിട്ട് എത്തി അബിൻ വർക്കിയെ കാണുകയും തുടർന്ന് പോലീസിന് നേരെ ഭീഷണി മുഴക്കുകയും ചെയ്തത്. പോലീസ് ഓഫീസർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാണ്, നിങ്ങൾ പോലീസ് മറ്റാളും വന്ന് നിങ്ങൾ വെടിവെച്ചാലും ഈ സമരം ഇവിടെ നിൽക്കില്ല. പിന്നെ കയ്യാകളി കളിച്ച് ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി തല്ലി വർദ്ധിച്ച് ചോര കളഞ്ഞ് നിങ്ങൾ ജനങ്ങളെ ഒതുക്കാൻ നോക്കണ്ട. ആ ഒതുക്കുന്ന പ്രവർത്തനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരെയും വ്യക്തിപരമായി ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടും. നാളെ മുതൽ നോക്കോ എന്ന് നമുക്ക് ബാക്കി പറയാം. എന്തായാലും മണിക്കൂറുകളോളമാണ് പല സ്ഥലങ്ങളിലെയും യൂത്ത് കോൺഗ്രസിൻ്റെ സമരം അക്രമമായി കലുഷിതമായ നിലയിലേക്ക് പരിണമിച്ചത്. വലിയ രീതിയിൽ പോലീസിനെ ആക്രമിക്കുക, വലിയ തരത്തിലുള്ള കലാപം അഴിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു പ്രവർത്തകർ എത്തിയത്. കൊടികെട്ടിയ വടി പോലീസിന് നേരെ അടിക്കാൻ ഉപയോഗിക്കുകയും ഒപ്പം തന്നെ അത് ഈ ജലപീരങ്കി ഉപയോഗിക്കുന്ന വാഹനത്തിലേക്ക് വലിച്ചെറിയുകയും ഉൾപ്പെടെ ചെയ്തുകൊണ്ടായിരുന്നു പ്രകോപനം. ഏകദേശം മണിക്കൂറുകൾ നീണ്ടുനിന്ന ആ പ്രകോപനത്തിന് ഒടുവിൽ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾപ്പെടെ അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് സമരം അവസാനിപ്പിച്ചത്. യെസ്, തിരുവനന്തപുരത്ത് പോലീസിന് നേരെ ഭീഷണിയുമായി കെ സുധാകരൻ രംഗത്ത് വന്ന ദിവസമായിരുന്നു ഇന്ന്. വിജിൻ വായന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്.